എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്രഥമനുമായിട്ടാണ്. അപ്പോൾ നല്ല പഴുത്ത പപ്പായ വെച്ചുള്ളൊരു പ്രഥമനാണ്. അപ്പോൾ വിഷുവായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റും. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പഴുത്ത നാടൻ ഓമയ്ക്ക കിട്ടി, 2 എണ്ണം പഴുത്തതായിരുന്നു അതിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ച് നമുക്കൊന്ന് നല്ല പ്രഥമൻ ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് അരിഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കണം. ആദ്യം ഇതിൻ്റെ പച്ച തൊലി കംപ്ലീറ്റ് ആയിട്ട് ചെത്തിക്കളയണം, അല്ലെങ്കിൽ ഇത് കഴിക്കും. എന്നിട്ട് വെള്ളം ചേർക്കാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഈ അരച്ച പപ്പായ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് മെൽട്ടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പപ്പായ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആദ്യം വരട്ടിയെടുക്കാം. ഞാൻ ഒരു ഫുൾ ഓമയ്ക്ക എടുത്തിട്ടില്ല. ഇത് ശരിക്കും ഒരു അളവ് നോക്കിയാൽ ഒരു 250 ഗ്രാം, അതായത് ഒരു കപ്പ് പപ്പായയുടെ ഒരു പ്യൂരി, അത്രയേ ഉള്ളൂ. ഇതിനെ നമ്മൾ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇതിൻ്റെ ജലാംശം കംപ്ലീറ്റ് വറ്റുന്നിടം വരെ, എന്നിട്ട് നെയ്യ് തെളിയുന്നിടം വരെ ഇത് നന്നായിട്ട് നമ്മൾ വരട്ടിയെടുക്കണം. ഇത് വരട്ടിയെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഒരു 50 ഗ്രാം ചൗരി 2 കപ്പ് വെള്ളം വെച്ചിട്ട് വേഗം വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പപ്പായ വഴന്ന് വരുന്ന സമയം കൊണ്ട് ചൗരിയും വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ പപ്പായ ജ്യൂസിലെ കംപ്ലീറ്റ് വെള്ളമൊക്കെ വറ്റി നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. ശർക്കര പാനി ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഞാൻ നേരത്തെ പറയുന്ന പോലെ ഒരു നൂൽ പരുവമല്ല, ഇത് കുറച്ചൊരു തിന്നായിട്ടുള്ളൊരു ശർക്കരപ്പാനിയാണ്. ഏകദേശം 2 കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ശർക്കരപ്പാനിയും നമ്മുടെ ഈ പപ്പായയും കൂടെ നല്ല മിക്സായി, തരിയില്ലാത്ത മിക്സായിട്ട് നല്ല കുറുകി വരണം. ശർക്കരയും പപ്പായയും കൂടെ മിക്സ് ചെയ്തതാണ് നല്ല കുറുകി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ഒരു പരുവത്തിൽ നമ്മൾ നേരത്തെ വേഗം വെച്ചിരിക്കുന്ന ചൗവരി വെന്തിട്ടുണ്ട്. അത് ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊരുപാട് വെള്ളമൊന്നും ആയി പോയിട്ടില്ല, ഇതിരുന്ന് നന്നായിട്ട് കുറുകും. ഇതിനകത്തോട്ട് ഇനി നമ്മൾ പ്രഥമന് മെയിനായിട്ട് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പം 2ാം പാല് ഞാനിവിടെ 2 കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഈ 2ാം പാലൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കുറുകി വരുന്നിടം വരെ ഒന്ന് വേവിക്കണം. രണ്ടാം തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്കിന് ഇതിലോട്ട് നമ്മൾ ഏലക്ക, ജീരകം, ചുക്ക് ഇത്രയും 3ഉം കൂടെ ചേർത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ല അസാധ്യ മണമാണ്. പ്രഥമന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നതാണ് ഈ ഒരു മിശ്രിതം. ഭയങ്കര മണമാണ് വരുന്നത് ഇതങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന്. ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനി ലാസ്റ്റ് 1ാം പാൽ ചേർത്തിട്ട് തീ ഓഫ് ചെയ്യുവാണ്. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത്. 1 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഒരു കാരണവശാലും നമ്മൾ കട്ടിപ്പാൽ, അതായത് 1ാം പാൽ ചേർത്തതിന് ശേഷം പായസം തിളയ്ക്കാൻ പാടില്ല. അതിനുശേഷം തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി നമ്മൾ കശുവണ്ടി, മുന്തിരിയും തേങ്ങാക്കൊത്തും വറുത്തിടാം. പ്രഥമന് ഏറ്റവും പ്രധാനം കശുവണ്ടിയും മുന്തിരി ഒന്നും ഇട്ടില്ലെങ്കിലും തേങ്ങാക്കൊത്താണ്. അപ്പോൾ ഇത് ഞാൻ ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് 1 പിടി തേങ്ങാക്കൊത്ത് ചെറിയതായിട്ട് അരിഞ്ഞതും കൂടെ വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ വറുത്തിട്ട് പായസത്തിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഴുത്ത പപ്പായയും കൊണ്ടുള്ള പ്രഥമൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് നമ്മൾ ഇരിക്കും തോറും ഇത് കുറുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം.
അങ്ങനെ എല്ലാവർക്കും നമ്മുടെ വിഷു സ്പെഷ്യലായിട്ടുള്ള പപ്പായ പ്രഥമൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.